അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിദ്ദുവിൻ്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ചിദ്ദുവിൻ്റെ മുന്നിൽ ഒരു കുതിര വന്നു നിന്നു. ബാക്കി നോക്കി. ഘോഡ കുച്ച് ദേർ തോ ഗർദൻ ജുഖായെ ഖടാ രഹ. കുതിര കുറച്ചു നേരം പിരടി കുനിച്ച് നിന്നുകൊണ്ടിരുന്നു. ഘോഡ കുതിര, കുച്ച് ദേർ കുറച്ചു സമയം, തോ ഗർദൻ ഗർദൻ എന്ന് പറഞ്ഞാൽ പിരടി, ജുഖായെ കുനിച്ചിട്ട്, ജുഖിന പറഞ്ഞാൽ കുനിയുക, ജുഖാന പറഞ്ഞാൽ കുനിക്കുക. അപ്പോൾ പിരടി കുനിച്ചിട്ട് കഠാരഹ നിന്നുകൊണ്ടിരുന്നു. പിന്നെ അപ്പിനെ ദോനോ അകലെ പാവോ മോടുക്കർ, പിന്നെ തൻ്റെ രണ്ട് മുന്നിലുള്ള കാലുകൾ, മോഡിന് പറഞ്ഞാൽ വളക്കുക, തൻ്റെ മുന്നിലുള്ള രണ്ട് കാലുകൾ വളച്ചിട്ട് ഗുട്നോ കെ ബൽ, ഗുട്നോ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് കാലിൻ്റെ മുട്ട്, അതിൻ്റെ ബൽ എന്ന് പറഞ്ഞാൽ ബലത്തിൽ, അതിന്മേൽ ബലം കൊടുത്തുനിന്ന്, ഗുട്നോക്കെ കാൽമുട്ടിൻ്റെ ബലം, ജുക് ഗയ, ജുക്കിന് പറഞ്ഞാൽ കുനിയുക, അപ്പോൾ കുനിഞ്ഞു നിന്ന്, അപ്പോൾ കാലിൻ്റെ മേലിൽ ബലം കൊടുത്തിട്ട് കുനിഞ്ഞു നിന്ന് അർത്ഥം. അവർ ചിദ്ദൂസെ കഹ, എന്നിട്ട് ചിദ്ദുവിനോട് പറഞ്ഞു, എന്തെന്നാൽ ആവോ ബൈറ്റ് ജാവോ, വരൂ ഇവിടെ വന്നിരിക്കൂ. ഫിർ ക്യാ പൂച്ചനാത്ത, പിന്നെന്ത് ചോദിക്കാനാ. ചിദ്ദു തോ മാരെ ഖുഷി സെ ഫൂലെ നെ സമാത്താത്ത, ചിദ്ദുവിന് സന്തോഷം കാരണം ഭയങ്കര സന്തോഷമായി, അതിയായോ സന്തോഷിച്ചു. മാരെ ഖുഷി സെ ഫൂലിനെ സമാന എന്നാൽ ഭയങ്കരമായി സന്തോഷിക്കുക, ഒരു പ്രയോഗമാണ്, മുഹാവറാണ്. അങ്ങനെ ജഡ് ഖോദ് കർ സുനഹരെ ജീൻ പർ, ജഡ് ഖോദ് കർ പെട്ടെന്ന് ചാടിയിട്ട്, സുനഹരെ സുവർണ നിലത്തിലുള്ള ജീൻ പർ, ജീനയുടെ മേൽ ബൈറ്റ് ഗയ ചെന്നിരുന്നു. ബൈറ്റ് ജാന എന്താണ് ചെന്നിരിക്കാൻ വരാം. അങ്ങനെ അവർ ലഗാ തുടങ്ങി, ചില്ലാനെ അട്ടഹസിക്കാൻ, ആർക്കാൻ തുടങ്ങി, എന്ത് അതിനകത്ത് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ചില്ലാനെ ഒച്ച വെക്കുക, ആർക്കെന്നാണ് അർത്ഥം. എന്തെന്നാൽ മേ തോ ഘോഡെ പർ സവാർ ഹോ ഗയ, ഞാൻ കുതിരയുടെ മേൽ സവാരി ചെയ്തു. മേ തോ ഘോഡെ പർ സവാർ ഹോ ഗയ. ബാഹർ പുറത്ത്, ഖേത്ത് കി വയലിൻ്റെ മീണ്ട് പർ, വയലിൻ്റെ വരമ്പിൽ, മീണ്ട് പറഞ്ഞാൽ വരമ്പ്, വയലിൻ്റെ വരമ്പിൽ ചിദ്ദുവിൻ്റെ ബഹൻ സഹോദരി മുന്നി ബൈഠി തീ, മുന്നി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ അവൻ ഭായി കോ, അവൾ ഉസ്നെ ഭായി കോ സഹോദരനെ ഘോഡെ പർ സവാർ ദേക്ക, കുതിരൻ്റെ മേലിൽ യാത്ര ചെയ്യുന്നത് കണ്ടു. തോ ചില്ല ഉടി, അപ്പോൾ അവൾ ഒച്ച വെച്ചു, അരെ ചിദ്ദു കിതർ ചലേ, ചിദ്ദു ഇവിടെ പോണേ. ചിദ്ദു പറഞ്ഞു, ഹം തോ ദുനിയ ദേഖിനെ ജാത്തേ ഹൈ, നമ്മളിവിടെ ദുനിയ കാണാൻ പോവാണേ, കാണാൻ പോരെ. കഹ്കർ, ഇത് പറഞ്ഞിട്ട് ഉസ്നെ ഘോഡയ്ക്ക് ഏക്ക് ചാബക് രസീദ് കിയ, എന്നിട്ട് ഇത് പറഞ്ഞാണ്ട് അവനെന്ത് ചെയ്തു, ഏക്ക് ചാബക് പറഞ്ഞാൽ പെട്ടെന്ന്, അവന് എന്താണ് കുതിരയുടെ മേലിൽ എക്സാബൊക്കെ പെട്ടെന്ന് റസീദ് കിയ പ്രവേശിച്ചു അർത്ഥം. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അതിനെ ഓടിച്ചു പോയി എന്നർത്ഥം. അവർ ഘോഡ ഐസ ഉട, അങ്ങനെ കുതിര അങ്ങനെ പറന്നു, ഉടനാണ് പറക്കല്ലേ, ജയ്സ ഹവ ജാത്തിയെ, കാറ്റ് പറക്കണമാതിരി കുതിര ഒരു പോക്കാണ്ട് പോയി. നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കി ആല സ്പീഡിന് ഫൂന്നാണ് പോകില്ല എന്നാരി. അങ്ങനെ പഹ്ലെ തോ ഏക്ക് ബഡാസ മൈതാൻ പട, അങ്ങനെ ആദ്യം ഒരു വലിയൊരു മൈതാനം കണ്ടു. ഉസ്പർ ഘോഡ, അതിൻ്റെ മേൽ കുതിര, ഉസ്പർ അതിൻ്റെ മേൽ ഘോഡ കുതിര, സർപ്പഡ് ദൗഡ്താ ഹുവാ നിക്കല ഗയ, അതിൻ്റെ മേലൊക്കെ ആ മൈതാനത്തിൽ കൂടെ വേഗത്തിൽ കുതിര എന്ത് ചെയ്തു, ഓടിപ്പോയി എന്നർത്ഥം. ഫിർ ഏക്ക് ബൗത്ത് ഊഞ്ചെ പഹാഡ്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ വലിയൊരു പർവ്വതം, പർ ചട, പർവ്വതത്തിൻ്റെ മേൽ കയറി. അവർ ദൂസരി തറഫ്സെ ഉത്തർക്കറ, എന്നിട്ട് മറ്റേ ഭാഗത്ത് കൂടെ ഇറങ്ങി. ഏക്ക് ഒരു ഘനെ ജംഗിൾമേ, ഘന എന്ന തിങ്ങിയ ജംഗിൾമേ, കാട്ടിൽ പൗഞ്ച എത്തി, അങ്ങനെ മല ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ കാട്ടിലെത്തി. ജംഗിൾ ഹത്തം ഹുവാത്തോ, അങ്ങനെ കാട് അവസാനിച്ചപ്പോൾ ഹരെ ഖേത്ത് ആയി, നല്ല പച്ചപ്പുള്ള വയൽ വന്നു. ഹർ തൊറഫ് ഖേത്തി ലഹ്ലഹാ രഹീത്തി, എല്ലാ ഭാഗത്തും, ഖേത്ത് പറഞ്ഞ വയൽ, ഖേത്തി പറഞ്ഞാൽ കൃഷി, എല്ലാ സ്ഥലത്തും കൃഷി, എന്ത് ലഹ്ലഹാ രഹി,
തഴച്ച് വളരുന്നുണ്ടായിരുന്നു. ലഹ്ലഹ രഹീത്തി അവർ ലാൽ നീലെ ഫൂൽ ഖുലേ ഹുയേ തഹത്തെ അങ്ങനെ എന്താണ് ചുവന്ന നീല കളറുള്ള പുഷ്പങ്ങളൊക്കെ എന്താണ് അത് എന്താണ് വിടർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഖേത്തോൻസെ നിക്കലെ തോ വയലുകളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഫിർ ഏക്ക് ജംഗിളായ പിന്നെ ഒരു കാട് വന്നു. ഉസ്കെ പേട് അതിൻ്റെ മരം സബ് ബഹുത്ത് ചോട്ടത്തെ ഒക്കെ വളരെ എന്താണ് ചെറിയതായിരുന്നു. അവർ ഐസെ ഘനെ ഇങ്ങനെ തിങ്ങിയ ഘനെ കെ എത്ര തിങ്ങിയതായിരുന്നു കെ എത്ര ഉസ്മേസെ ഗുസർന മുഷ്കിൽ തൈക്കൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഗർ പക്ഷേ ഉസ് ഗോഡെ ക സാമനെ സബ് കുച്ച് ആസാൻ താ പക്ഷേ ഈ കുതിരൻ്റെ മുന്നിൽ ഫുള്ള് വളരെ സിമ്പിളായിരുന്നു. ഉസെ ബി തേ കർക്കിയ അതിനെയും തേ കർണാൽ അതിനെയും അത് മുറിച്ചു കടന്നു. ഫിർ ഏക്ക് റേത്ത് കി ദീവാർ ആയി പിന്നെ ഒരു മണലിൻ്റെ ചുമര് വന്നു. ഗോഡ ഇസ്പർ ബി ചട കുതിര ആ മണലിൻ്റെ ആ ചുമര് അല്ലെങ്കിൽ ആ ഒരു മതിലിൻ്റെ മേലെയും കയറി. മഗർ പാവോ ധൻസ് ജാത്തേ പക്ഷേ കാലുകൾ ധൻസന പറഞ്ഞാൽ താഴുക, അപ്പോൾ കാലുകൾ അതിൽ താഴ്ന്നു പോയിരുന്നു. ഇസ്ലിയെ കാരണത്താൽ തേസി ജറാ കം ഹോ ഗയി വേഗത കുറച്ച് കുറഞ്ഞു. റേത്ത് കി ദീവാർ ഹുബ് ചോടി തി ആ മണലിൻ്റെ ആ ഒരു ചുമര് അല്ലെങ്കിൽ ആ മതില് ഹുബ് ചോടി തി നല്ല വീതിയുള്ളതായിരുന്നു. ഊപ്പർ പഹുഞ്ചേ തോ അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ദേക്കാ കണ്ടു കെ നീച്ചെ തായ സമുദ്ര ലഹരെ മാർ രഹാ ഹെ സമുദ്ര ലഹരൻ സമുദ്രത്തിലെ തിരകൾ മാർ രഹാ ഹെ തിരകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ജഹാൻ തക്ക് നസർ ജാത്തി ഹെ എവിടറ്റം കണ്ണ് കാഴ്ച പോകുന്നോ എവിടറ്റം കാണാൻ കഴിയോ അവിടൊക്കെ പാനി അവിടൊക്കെ പാനി വെള്ളമാണ്. സബ് നീല ഫുള്ള് നീല കളറാണ്. ഗോഡനെ കഹ കുതിര പറഞ്ഞു അബ് മുജ്സെ നെഹി ചലാ ജാത്ത എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. മേ ആകെ നെഹി ജാ സക്ത എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബസ് മതി അബൂത്തറു ഇപ്പോൾ ഈ ഇറങ്ങൂ. മിയാ സിദ്ധു പ്രിയപ്പെട്ട സിദ്ധു മതി മകനെ ഇവിടെ ഇറങ്ങൂ. സിദ്ധുവിനെ കഹ വാ മേ തോ അവർ ആകെ ചലൂങ്ക ഞാൻ മുന്നോട്ട് പോകും. അവർ ആകെ പിന്നെ മുന്നേക്ക്. ये सुनकर ഇത് കേട്ടിട്ട് ഗോഡ ഉസ് ജോർ സെ ഉച്ചല ആ കുതിര അവനെ ശക്തിയായിട്ട് ഉച്ചല എന്ത് ചെയ്തു. ഉച്ചല എന്ന് പറഞ്ഞാൽ അവനെ ചാടി നിർത്തും. അപ്പോൾ എന്താണ് കുതിര ഒരൊറ്റ ചാട്ടം ചെയ്യുക ശക്തിയായിട്ട്. അവൻ മിയാ ചിദ്ദു അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ചിദ്ദു ദ്രോംസെ ഒരു ഒച്ചയോടുകൂടെ ആകെ മുന്നോട്ട് ആംപടെ മുന്നോട്ട് എന്ത് ചെയ്തു അവിടെ വന്നു പോകുന്നു. ആന്ന് പറഞ്ഞാൽ ആകെ പറഞ്ഞ സമയം. അപ്പോൾ അടുത്ത നിമിഷത്തിൽ അവൻ എന്ത് ചെയ്തു മുന്നിലുണ്ട്. അവർ റേത്ത് കി ദീവാർ പെർ സെ ഐസ ലുട്കെ അങ്ങനെ അവൻ ആ മണലിൻ്റെ ആ ദീവാറുമെന്ന് ആ എന്താണ് മതിലുമെന്ന് ഐസ ലുട്കെ കെ സീതെ സമുദ്രമേ ഗിർക്കർ ഐസ ലുട്കെ ഇങ്ങനെ അവൻ ഉരുണ്ടുപോയി. ലുട്കെന്ന് പറഞ്ഞാൽ ഉരുണ്ടുപോവാ. ലുട്കെ ഇങ്ങനെ ഉരുണ്ടുപോയി. സീതെ അങ്ങനെ നേരെ സമുദ്രമേ ഗിർക്കർ കടലിൽ വീണിട്ട് ഡുബ്കിയാ കാനയിലേക്ക്. ഡുബ്ക്കി കാന എന്ന് പറഞ്ഞാൽ മുങ്ങാന്നർത്ഥം. അതൊരു പ്രയോഗമാണ്. ഡുബ്കിയാ കാനയിലേക്ക് അങ്ങനെ അവൻ മുങ്ങാൻ തുടങ്ങി. അപ്പോൾ കുതിര ഒറ്റ കുടച്ചിൽ അപ്പോൾ ഓനെന്ത് ചെയ്ത് നിലത്ത് കണ്ടു പോകുന്നു അർത്ഥം. ഏക്ക് ലാൽ സുനഹരി മച്ഛലി ജൽദി തേർക്കെ ഊപ്പർ ആയി. ഈ സമയത്ത് ഒരു ചുവന്ന മത്സ്യം സ്പീഡിൽ വളരെ പെട്ടെന്ന് ജൽദി പെട്ടെന്ന് തേർക്കെ നീന്തിയിട്ട് തേർന്നാന്ന് നീന്തുക തേർക്കെ നീന്തിയിട്ട് അവിടെ കെ എന്നുള്ള കയറുന്നുള്ള അർത്ഥം. ഊപ്പർ മുകളിൽ ആയി വന്നു. അങ്ങനെ മുകളിൽ വന്നു. അവർ ഉസ്കി ടാങ്കോ കെ അവൻ്റെ കാലുകളുടെ പീച്ചുമേ ബീച്ച് പറഞ്ഞാൽ പീച്ച് പറഞ്ഞ പിറകിൽ ബീച്ച് പറഞ്ഞ ഇടയിൽ അല്ലെങ്കിൽ നടുവിൽ. അപ്പോൾ അവൻ്റെ കാലിൻ്റെ ഇടയിൽ ആക്കർ വന്നിട്ട് ടെഹർ ഗൈ നിന്നു. അങ്ങനെ അവൻ്റെ കാലിൻ്റെ ഇടയിൽ വന്നിട്ട് നിന്നു. ചിദ്ദുക്ക് ജറാസ സഹാറ മിലാത്തോ അങ്ങനെ ചിദ്ദുവിന് കുറച്ച് സഹായം അല്ലെ പിന്തുണ കിട്ടിയപ്പോൾ സഹായം പിന്തുണ എന്തും പറ്റും. മിലാത്തോ ഉനോനെ അപ്ന ബദൻ ഊപ്പർ കോ ഉടായ അപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ്റെ ശരീരത്തെ മുകളിലേക്ക് ഉയർത്തി. അവർ കഹ എന്നിട്ട് പറഞ്ഞു
ആഹാ മേ തോ ഫിർ സവാരി കറൂങ്ക, ഞാൻ ഇഞ്ഞു യാത്ര ചെയ്യും, ഞാൻ ഇഞ്ഞു സവാരി നടത്തുന്നു. മച്ലി പോലി. അപ്പോൾ മീൻ പറഞ്ഞു നെയ് മിയ, അല്ല പ്രിയപ്പെട്ട സിദ്ധു. മിയ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഉപയോഗിക്കും. അതേമാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് വിളിക്കാനാണ് മിയ എന്ന് പറയുക. അല്ല മിയ, നമുക്ക് അങ്ങനെയല്ല മിയ, സവാരി നെയ് കറൂകെ, നീ സവാരി ചെയ്യൂല, തേറൂകെ, നീ നീന്തും. അപ്പോൾ എനിക്ക് ഇനി സവാരി ചെയ്യാൻ കഴിയില്ല, നമുക്ക് നീന്തലാണ് പണിയെടുത്ത്. ഹാ തേറുങ്ക, ഞാൻ നീന്തും. ഏത്തോ അവർ ബിയസ, ഇതും നല്ലതാണല്ലോ. अब इस मछली के सहारे चिद्दू मियाँ ने समंदर में तैरना शुरू किया. അങ്ങനെ അബ് ഉസ് മച്ചിലിക്ക്, ആ മീനിൻ്റെ സഹായം സിദ്ധു മിയാനെ, പ്രിയപ്പെട്ട സിദ്ധു സമന്തർമേ തേർന ശുരുകിയ. അപ്പോൾ ആ മീനിൻ്റെ സഹായത്തോടു കൂടെ സിദ്ധു സമുദ്രത്തിൽ, കടലിൽ നീന്താൻ തുടങ്ങി. चारों तरफ से നന്നി നന്നി ചമക്തി ഹുയി, 4 ഭാഗത്തുനിന്ന് നല്ല ചെറിയ തിളങ്ങുന്ന മച്ചിലിയ ആക്കർ, മീനുകൾ വന്നിട്ട് ജമ ഹോനയിലേക്ക് ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ചിദ്ദുക്കോ തേർന ദേക്കർ, ചിദ്ദുവിൻ്റെ നീന്തൽ കണ്ടിട്ട് ഉനോനെ ഹസന അവർ നാച്ചന ശുരുകിയ, അവരൊക്കെ ചിരിക്കാനും ഡാൻസ് ചെയ്യാനും തുടങ്ങി. ഉദർസെ ദറിയായി ചിടിയോനെ, അവിടെ നമ്മളെ കടലിലുണ്ടാകുന്ന പക്ഷികളുണ്ടല്ലോ, മീനൊക്കെ പിടിച്ചാൽ വരുന്ന പക്ഷികളെ, അവരും ഏക്ക് ദൂസരേസെ, ഒരാൾ മറ്റൊരാളോട് ചില്ലാക്കറ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കഹിന ചില്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒച്ച ഉണ്ടാക്കുക. ചില്ലാമത്കർ പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കരുത് ചേർത്തോ അല്ലേ. ചില്ലാക്കർ അവർ ഒച്ച ഉണ്ടാക്കിയിട്ട് കഹിന ശുരുകിയ, അവർ പറയാൻ തുടങ്ങി അരേ ജറ ദേക്കോ, അരേ അല്ലയോ जरा देखो, अल्प नोकू तो जरा देखो तो चिद्दू किस मजे से तैर रहा है. ചിദ്ദു കിസ് എങ്ങനെയുള്ള മസേസ്, രസത്തോടു കൂടെയാണ് തേർ റഹായ, നീന്തിക്കൊണ്ടിരിക്കുന്നത് നോക്ക് എന്ന് പക്ഷികൾ പരസ്പരം പറയാൻ തുടങ്ങി. തേർത്തെ അങ്ങനെ നീന്തി ജബ് ദൂർ നിക്കൽ ഗയെ, അങ്ങനെ ഒരു കുറേ ദൂരം പോയി. നിക്കൽ ഗയെ തോ, കുറേ ദൂരം പോയപ്പോൾ ഏക്ക് ജഹാസ് മില, ഒരു കപ്പൽ കിട്ടി, അതായത് ഒരു കപ്പൽ കണ്ട്, കപ്പലുമായി കൂട്ടിമുട്ടി, കപ്പലുമായി കണ്ടു അർത്ഥം. ജഹാസ് പർ, കപ്പലിൻ്റെ മേൽ ചിദ്ദു ക ബാപ്പ് ത, കപ്പലിൽ ചിദ്ദുവിൻ്റെ അച്ഛനുണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു. ചാറോം തൊറഫ് ചിദ്ദു കോ ദേഖ്ത, 4 ഭാഗത്തും ചിദ്ദുവിനെ നോക്കിയിട്ട് അവർ ധർ ഏക് സെ പൂച്ച്താത്ത, ഓരോരുത്തരോട് ചോദിച്ചിരുന്നു. ഭായ് സഹോദര, തുമേ തോ ദിക്കായി ഗിദിയ ഹമാര ചിദ്ദു, ഈ നമ്മളെ ചിദ്ദുവിനെ കണ്ടിനോ നമ്മളെ സിദ്ധുവിനെ എന്ന് വെച്ചാണ്ട് ഇങ്ങനെ നടക്കണവൻ്റെ വാപ്പ. സിദ്ധുവിനെ ബാപ്പുക്ക് ആവാസ് സുനി, സിദ്ധു ആപ്പാൻ്റെ ശബ്ദം കേട്ട് തോ ചുപ്കേസെ, അങ്ങനെ അവനെന്ത് ചെയ്തു, നിശബ്ദമായി നിശബ്ദമായി ശബ്ദം വെക്കാതെ മച്ചിലീസെ മച്ചിലിനോട് പറഞ്ഞു, അരേ ഹോത്ത ലഗാവോ, അല്ലയോ ഹോത്ത ലഗാവോ, മുങ്ങൂ ജൽദി സെ ഹോത്ത, പെട്ടെന്ന് തന്നെ മുങ്ങൂ, നെഹി തോ അല്ലെങ്കിൽ വോ ദേക്കില്ലെങ്കിൽ അവൻ നമ്മളെ കാണും, ഉപ്പ നമ്മളെ കാണുമെന്ന് പറഞ്ഞു. മച്ചിലിനെ ഐസ ഗഹറ ഹൗത്താലിയ, മച്ചിലി അങ്ങനെ മീന് ഐസ ഇങ്ങനെയുള്ള ഗഹറ നല്ല ആയത്തേക്ക് ഹൗത്താലിയ, ഇങ്ങനെ എത്രയും ആയത്തേക്ക് മുങ്ങി, ഹൗത്താലിയ മുങ്ങി. എത്ര നാല് സമുദ്രക്ക് തഹ്കോ പഞ്ചി, അങ്ങനെ കടലിൻ്റെ തഹ്കറ അടിത്തട്ടിലെത്തി. വഹാ തൊറക്കി സീപ്പിയാൻ തീ, അവിടെ വ്യത്യസ്ത നിലത്തിലുള്ള തഹ് എന്ന് പറഞ്ഞാൽ അടിത്തട്ടിട്ടാ, അവനെ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ചിപ്പികൾ ഉണ്ടായിരുന്നു. രംഗ് ബിരംഗിക്ക് ഗൂങ്കേ, വ്യത്യസ്ത തരത്തിലുള്ള ഗൂങ്കേ ഒച്ചുകൾ ഉണ്ടായിരുന്നു. അവർ ഐസ ഇങ്ങനെയുള്ള ദറഹ്ത്ക്ക് മരങ്ങൾ, ദറഹ്ത്ത് ഇങ്ങനെയുള്ള മരങ്ങൾക്ക് എങ്ങനെയുള്ള ചിദ്ദുവിനെ കബി ദേക്കേ ബി നെത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് മരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സിദ്ധു ശരിയ ആളല്ല, ഇപ്പം എന്തായി, ഒരുപാട് സ്ഥലങ്ങൾ കണ്ട, ഒരുപാട് മരങ്ങളൊക്കെ കണ്ട ആളാണ്. ഇപ്പോൾ ഇതുവരെ കാണാത്ത ഒരുപാട് മരങ്ങളും അവിടെ കണ്ടു സമുദ്രത്തിൻ്റെ അടിയിൽ. സിദ്ധുന ജോ ആകെ പാട് ദേഖന ശുരു കിയ, സിദ്ധു ജോ എപ്പോ അല്ലെങ്കിൽ എങ്ങനെ കണ്ണ് ആകെ പാട് ദേഖനാൽ കണ്ണോട് തുറിച്ച് നോക്കുക, അങ്ങനെ കണ്ണുകൊണ്ട് തുറിച്ച് നോക്കൽ ശുരു കിയാത്തോ തുടങ്ങിയപ്പോൾ ആങ്കോമേ പാനി ബർഗയ, അപ്പോൾ കണ്ണിൽ എന്ത് ചെയ്ത് വെള്ളം നിറയാൻ തുടങ്ങി. അപ്പോൾ എന്തില്ല, കണ്ണിൽ മുങ്ങുമ്പോൾ ഉള്ള സാധനം കിട്ടിയില്ല.
ഒരു തയ്യാറെടുപ്പില്ലാത്ത യാത്രയാണ്. അതുകൊണ്ട് തന്നെ കണ്ണിൽ വെക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തതിന് കണ്ണ് തുറന്നുകൊണ്ട് കണ്ണിനുള്ളിൽ വെള്ളം കയറി. അവർ ചീഹേ, അപ്പോൾ ചീഹനാണെങ്കിൽ നിലവിളിച്ചു. ചീഹ നിലവിളിച്ചു, കേ ബസ് ബസ് മതി മതി മതി, അബ് ഊപ്പർ ചലോ, ഇനി മുന്നേ മുകളിലേക്ക് പോവോ, ഊപ്പർ മേരാ ദം, ഊപ്പർ ചലോ ഊപ്പർ, പെട്ടെന്ന് മേലേക്ക് പോവാ, മേരാ ദം ഗുഡ്താ ഹേ, എൻ്റെ ഗുഡ്ന പറഞ്ഞാൽ ശ്വാസം മുട്ട, എൻ്റെ ശ്വാസം മുട്ടുന്നു. നേരത്തെ നമ്മളൊരു ഗുഡ്ന പഠിച്ചത് കാലിൻ്റെ മുട്ടാണ്, അത് ഇസ്മാണ്, ഇത് ഫീലാണ് ഗുഡ്ന. പിന്നെ മച്ചിലി രണ്ടും ഒരേ സ്പെല്ലിങ് തന്നെ കേട്ടോ. മച്ചിലി ഊപ്പർ നിക്കലിയും, അങ്ങനെ മീൻ മുകളിലേക്ക് പുറപ്പെട്ടു. അവർ സിദ്ധുവിനെ പാനീസെ സർ നിക്കാല, അങ്ങനെ സിദ്ധു എന്ത് ചെയ്ത് പാനീസെ വെള്ളത്തിൽ നിന്ന് സർ നിക്കാല തല പുറത്തേക്ക് എടുത്ത്. നിക്കാല ഹി ത കെ ഏക്ക് ബഡാസ പരുന്ത, അപ്പോൾ തല പുറത്തേക്ക് ഇട്ട് ഹി പുറത്ത് വിട്ട അപ്പം തന്നെ ഹിയറിന് തന്നെ ആയിരുന്നു. കെ എന്തെന്നാൽ ഏക്ക് ബഡാസ് ഒരു വലിയ പരിന്ത, ഒരു വലിയ പക്ഷി ഊപ്പർസെ ആയ മുകളിൽ നിന്ന് വന്നു. കുച്ച് കാല കുറച്ച് കറുപ്പും കുച്ച് സഫേദ് കുറച്ച് വെളുപ്പും. അവർ ഉസ്നെ ചിദ്ദുക്ക് ചൂഞ്ചുമേ ഉടാലി, അവൻ എന്ത് ചെയ്തു ചിദ്ദുവിനെ ചൂഞ്ചുമേ ചുണ്ടിൽ ഉഠാലിയ, ഉഠാലിയ എന്നാൽ ഉയർത്തിയ അർത്ഥം. അവർ അപ്പിനെ പർ തൻ്റെ ചിറക്, ഇപ്പർ എന്ന് പറഞ്ഞാൽ ചിറക്, ഹൂബ് പൈല നല്ലോണം വിടർത്തി. അങ്ങനെ പൈലാക്കർ ഉസ ഹവാമേ ഉച്ചാല, എന്നിട്ട് അവൻ എന്ത് ചെയ്തു ഹവാമേ ഈ വായുവിലെ ഉച്ചാല പറഞ്ഞാൽ മുകളിലേക്ക് കണ്ട് എറിഞ്ഞു. അവർ അപ്പിനി അങ്ങനെ അവൻ കറങ്ങി ചെന്ന് എന്ത് ചെയ്ത് അപ്പിനെ പേട്ട് പെർ ബിഠാലിയ, തൻ്റെ വയറ്റിൽ ഇരുത്തി. ചിദ്ദു ചില്ലായ, അപ്പോൾ ഈ സമയത്ത് ചിദ്ദാണ്ട് വാച്ചാണ്ട് ഉണ്ടാക്കി. അബ് തോ മേരെ പറോകെ, ഇപ്പം എനിക്ക് ചിറകായല്ലോ, മേ തോ ഉടുങ്ക, അങ്ങനെ ഞാൻ പറക്കും, ഞാൻ പെരിന്ത ഊഞ്ച ഉടുത്ത ഈ ചല ഗയ. അങ്ങനെ അവന് ഈ പരിന്ത ഈ പക്ഷി ഊഞ്ച ഉടുത്ത അങ്ങനെ ഉയരത്തിലേക്ക് പറന്നിട്ട് ചലഗയ, അങ്ങനെ ചലിച്ച് മുന്നോട്ട് പോയി. റുക്കിനൊക്കെ നാമി ഇന്നലെത്ത, നിൽക്കണൊരു പേരെന്നെ പറഞ്ഞിട്ടില്ല, അതായത് നിൽക്കുക എന്നുള്ളൊരു സംഗതിയിൽ എങ്ങനെ പറക്കണ മുകളിലേക്ക്. ഉദർ സൂരജ് ബറാബർ നീച്ച ഹുവാത്ത, അങ്ങനെ സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യുക അടിയിലേക്ക് പോവാണ്, നീച്ച ഹുവാത്ത ജാത്താത്ത. അവർ ആഹിർക്ക് അവൻ അവസാനം ബിൽക്കുൽ ഓയ്ബി ഹോഗയ, അങ്ങനെ പൂർണ്ണമായും സൂര്യനെ ഓയ്ബായി മറഞ്ഞു പോയി. സിദ്ധുക്ക് കരീബ് സെ ഏക്ക് ഔറത്ത് ഗുസരി, ഈ സമയത്ത് സിദ്ധുവിൻ്റെ അടുത്ത് കൂടെ ഒരു പെണ്ണാണ്ട് ഇങ്ങനെ പോയി. ഏത് പെണ്ണ്? ജോ ബടെ നിഹായത്ത് ഢേലെ, അങ്ങനെയുള്ള നല്ല വലിയ വളരെ അങ്ങേയറ്റം ഢേലെ എന്ന് പറഞ്ഞാൽ വളരെ അലസമായ അഴിഞ്ഞ, ബിൽക്കുൽ കാലെ പൂർണ്ണമായും കറുപ്പുള്ള കപ്പട, വളരെ ഒരു അലസമായിട്ടുള്ള ഒരു കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് പയനെ പോയ ഒരു പെണ്ണാണ്ട് ഇങ്ങനെ ആയിക്കൂടാണ്ട് പോയി. അത് രാത്രിയായിരുന്നു ആ പോയ പെണ്ണ്. അവർ ഊപ്പർസ് ജമീൻ കോ ജാ രഹി, അവ മുകളിൽ നിന്ന് അടിയിലേക്ക് താഴേക്ക് പോവാണ്. ലേക്കിൻ പരിന്ത ഓർ ചിദ്ദു തേ പക്ഷേ എന്താണ് പക്ഷി അവർ പിന്നെ ചിദ്ദു ആയിരുന്നു എന്തായിരുന്നു ഊപ്പർ ഹീ ചലേ ജാത്തെ, അവർ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉടുത്തെ അങ്ങനെ പറന്ന് ചാന്ത് അവർ താരോങ്കി ബസ്തിമേ, നമ്മളെ ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും ബസ്തിമേ നാട്ടിൽ പോഞ്ചുകയാണ്. അങ്ങനെ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളെയും നാട്ടിലെത്തിയവർ. അങ്ങനെ നന്നെ ചെറിയ ചമക്കത്തെ ഹുയെ താരോ, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പറഞ്ഞു. പറഞ്ഞു, മിയാ ചിന്തു, പ്രിയപ്പെട്ട സിദ്ധു, സലാം, കാസെ ആത്തയോ, ഇവിടുന്ന് വരണേ, അബ് തോ ബഹുത്ത് ദേർ ഹോ ഗയി, ഇപ്പൊ കുറെ സമയമായില്ലേ, തുമാരെ തോ സോനേക്ക വക്ത്, എനിക്ക് ഉറങ്ങാനുള്ള സമയമല്ലേ, നിനക്ക് ഉറങ്ങാനുള്ള സമയമായില്ലേ. മഗർ സിദ്ധുവിനെ പക്ഷേ സിദ്ധു പറഞ്ഞു, മേരെ സോനേക്ക, എനിക്ക് ഉറങ്ങേ, മേ തോ ഉടുങ്ക, ഞാൻ പറക്കും, അവർ ഊപ്പർ ചലേ ഹി ജാവുങ്ക, ഞാൻ പറന്ന് മുകളിലേക്ക് പോകും, ഊപ്പറിമേ തോ ആസ്മാക്ക് അന്തർ ജാവുങ്ക, ഞാൻ പറന്നിട്ട് ആകാശത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. അവർ ദേക്കുങ്ക, നോക്കും, കെ സൂരജ് ദൂസരി തറഫ്സെ കൈസ നിക്കൽത്ത, എങ്ങനെയാണ് സൂര്യൻ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. സിത്താരെ ഹുബ് കിൽക്കില കർ ഹസ്ന, അത് കേട്ടിട്ട് സിത്താര നക്ഷത്രങ്ങളൊക്കെ എന്ത് ചെയ്ത് കിൽക്കിലാക്കർ ഹസ്ന, അവർ പൊട്ടിച്ചിരിങ്ങി. ഐസെ എങ്ങനെ കെ ജൽമൽ,
അവരെന്ത് അത് മിന്നിത്തിളങ്ങി ജൽമേൽ കർ രഹോ അതിങ്ങനെ മിന്നിത്തിളങ്ങുന്ന പോലെ അഥവാ പൊട്ടിച്ചിരിച്ചു. അവർ പരിന്തേനെ കഹ ഈ സമയത്ത് പക്ഷി പറഞ്ഞു കേ തൂ ആസ്മാമേ ജാനാ ചാത്തേ ഹോ ഇജ് ആകാശത്ത് പോകാൻ ഉദ്ദേശിക്കണേ വഹാ തോ മേ ബി നെയ് ജാ സക്ത അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല വഹാ തോ മേ ബി നെഹി ജാ സക്ത അവിടെ ഞാനും നെഹി ജാ സക്ത പോകാൻ സാധിക്കില്ല. തുമ്മെ നിനക്ക് ഐസൈ ജാനാഹോ നിനക്ക് ഇങ്ങനെ പോവാത്തോ ബാദലൊക്കെ സാത്ത് ജാവോ എനിക്ക് മേഘങ്ങളുടെ കൂടെ എനിക്ക് ആകാശത്തേക്ക് പോവാം മേ അബ് ആകെ നെഹി ജാത്ത ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകില്ല. അച്ഛാത്തോ അപ്പോൾ അച്ഛാന്നല്ലേ തോ മേ ബാദലൊക്കെ സാത്ത് ജാവുക ഞാൻ മേഘങ്ങളുടെ കൂടെ പോകാം. അങ്ങനെ ചലോ മുജെ ബാദലൊക്കെ പാസ്റ്റിലെ ചലോ എന്നെ മേഘത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളി. അങ്ങനെ മേഘത്തിൻ്റെ അടുത്തേക്ക് പോവാണ് അവർ. ബസ് ചലോ ജൽദി ചലോ ബസ് മതി ചലോ പോയിക്കോളൂ ജൽദി പെട്ടെന്ന് ചലോ. അങ്ങനെ പരിന്തേനെ അപ്പന റഹ്മൂട അങ്ങനെ പക്ഷി തൻ്റെ മുഖം തിരിച്ചു. സീതെ हाथ की तरफ से कुछ बादल आ रहे थे വലത്തെ കൈയിൻ്റെ ഭാഗത്തു കൂടെ സീതേ ഹാത്ത് വലത്തെ കൈയിൻ്റെ തൊറഫ് ഭാഗത്തു കൂടെ കുറച്ച് ബാദൽ ആ രഹത്തെ കുറച്ച് മേഘങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തൊറഫ് ചല അതിൻ്റെ ഭാഗത്തേക്ക് ചലിച്ചു. അങ്ങനെ ഔസേ ദേക്ക് അത് കണ്ടിട്ട് ഏക്ക് കാല ബാദൽ ഒരു കറുത്തുള്ള ഒരു മേഘവും ഉസ്കി തൊറഫ് ലപ്പക്ക അതിൻ്റെ ഭാഗത്തേക്ക് കുതിച്ചു വന്നു. അവർ കരീബ് ആക്കർ അടുത്ത് വന്നിട്ട് സിദ്ധുക്കോ കോതുമേ ലിയ എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് സിദ്ധുവിനെ മടിയിലെടുത്തു. അവർ ഉസ്കി ഗോത് ബടി ടണ്ടി അവൻ്റെ മടി നല്ല തണുപ്പ് ആയിരുന്നു. ഐസി നിറം ഇത്ര മൃദുലമായിരുന്നു ജേസ ഹലുവൻ്റെ പോലെ മൃദുലമായിരുന്നു. ബാദൽ ചിദ്ദുക്കോ ലേക്കർ മേഘം ചിദ്ദുവിനെ എടുത്തിട്ട് ജോ ചല എങ്ങനെ സഞ്ചരിച്ചു തോ ചിദ്ദുക്കോ ഐസ ലഗ സിദ്ധുവിന് ഇങ്ങനെ തോന്നിക്കെ ജേസെ ഉസ്കെ ഗാലോ അപ്പോൾ മേഘം വരെ എടുത്തുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കണം. അപ്പോൾ എങ്ങനെ ജയ്സെ ഇങ്ങനെ ഉൻകെ ഗാലോം പെർ അവൻ്റെ ഗാല് എന്ന് പറഞ്ഞാൽ അവൻ്റെ കവിൾ തടത്തിൽ പെർ ദോ രണ്ട് ബോന്തേ മഞ്ഞു തുള്ളികൾ വീണു. അപ്പോൾ അവൻ്റെ ഇങ്ങനെ മേഘം അവനെടുത്തുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ കവിൾ തടത്തിൽ രണ്ട് മഞ്ഞു തുള്ളികൾ വീണു. ഓ ബടി ഗരം ബോന്തേ അത് വലിയ നല്ല ചൂടുള്ള മഞ്ഞുതുള്ളികളായിരുന്നു. സിദ്ധു കുച്ച് ഉദാസ ഹോഗയ സിദ്ധു കുറച്ചേരം നിരാശനായി. അവർ കഹനയിലേക്ക് പറയാൻ തുടങ്ങി ഏത്തോ ഐസ മാലൂം ഹോത്തെ ഇത് ഇങ്ങനെ അറിയപ്പെടുന്നുണ്ടോ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ജയ്സ എങ്ങനെ എന്നല്ല ജയ്സ എങ്ങനെ മേരെ മാക്കി ആസോ ഇത് എൻ്റെ ഉമ്മാൻ്റെ കണ്ണീരാണല്ലോ. ഞാൻ ഇങ്ങനെ ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഉമ്മാൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഉമ്മാൻ്റെ മുഖത്തുനിന്ന് വരുന്ന കണ്ണീര് പോലെ ഉണ്ടല്ലോ എന്ന് പറയാം. ബാദലിനെ ബത്തായ അപ്പം ബാദൽ മേഘം പറഞ്ഞു എന്തെന്നാ ബേട്ടാ ശരിയാണ് ബേട്ടാ തേരി മാക്കി ആൻസുവേ ഇതെൻ്റെ അമ്മാൻ്റെ കണ്ണീരന്നെ ഓ തുജെ ഡോണ്ടത്തെ അവൻ നിന്നെ ഡോണ്ടിനാണെങ്കിൽ തിരയുക. അപ്പോൾ ഡോണ്ടത്തെ തെരഞ്ഞ് തക് ഗൈഹേ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവർ ഏക്ക് ജഗ ബൈട്ടി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് റോ രഹീത്തി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെന്നാൽ മേ പാസസേ ഗുസറാ തോ മേ യേ ദോ ആൻസു സാത്ത് ലേത്തായ ഞാൻ അമ്മച്ചിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ രണ്ട് ആൻസു രണ്ട് മഞ്ഞുതുള്ളികൾ ലേത്ത എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഉദാസ് മത്ത് ഹോ ഇപ്പം ഈ നിരാശനാണ്ടാവും അവനെ പൂഞ്ചിടാലോ ആ കണ്ണീരെന്ത് ചെയ്തോളാം അത് തുടച്ചാളാം. പൂഞ്ചിനാനാൽ തുടക്കുക അവൻ തുടച്ച് ഒഴിവാക്കിയാളാ. ബസ് ആസ്മ പോഞ്ചിത്തേ ഹേ നമ്മൾ ഇപ്പോൾ ആകാശത്തെത്തും. അപ്പോൾ മുഹ് ആത്ത് ഹുബ് സോഫ് ഹോനെ ചായ മുഖവും കൈയൊക്കെ എന്താവണം നല്ല വൃത്തി വേണം. ഫരിസ്റ്റോക്ക പകര അവിടെ മാലാഖന്മാർ കാവലൊക്കെ ഉണ്ടാകും. ഗന്ധ ആദ്മിക്കോ ഐക്കുള്ള മനുഷ്യന്മാരെ അന്തർനെയ് ആനദേത്തെ ഉള്ളിലേക്ക് കയറ്റൂല, ഉള്ളിലേക്ക് പ്രവേശനം കിട്ടൂല. ബാത്തേ സുൻകർ ഈ കാര്യം കേട്ടിട്ട് ചിദ്ദുവിനെ റോന ശുറുക്കിയ ചിദ്ദു കരയാൻ തുടങ്ങി. അവർ ഇത്തിന റോയ അവൻ ഇത്ര കരഞ്ഞു റോയ എന്തെന്നാൽ ഹച്ചിക്കി ബന്ദ് കൈ അവൻ്റെ ഹച്ചിക്കി ബന്ദ് ജാന എന്ന് പറഞ്ഞാൽ തേങ്ങി കരഞ്ഞിട്ട് ശ്വാസം നിൽക്കാൻ തുടങ്ങി.
അങ്ങനെ ഓ ബാദൽ സെ സിസക് സിസക് കർ കഹനെ ലഗ, അങ്ങനെ അവന് ഈ മേഘത്തിനോട് തേങ്ങി തേങ്ങി കരഞ്ഞു പറഞ്ഞു, നെഹി വേണ്ട ഇല്ല, മേ ആസ്മാ ഹി അബ് നെഹി ജാവുങ്ക, ഞാൻ ഇപ്പോൾ ആകാശക്കൊന്നും പോകണില്ല, മേ അബ് സൂരജ് കോ ബി നെഹി ദേഖൂങ്ക, എനിക്കിനിപ്പോൾ സൂര്യനെയും കാണണ്ട, മുझे അബ് കുച്ച് ദർക്കാർ നെഹി, എനിക്കിപ്പോൾ അതിൻ്റെ ഒരു അനിവാര്യതയില്ല, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, മുझे തോ ഗർ ലേ ചലോ, എന്നെ പെരി കൊണ്ടുപോയിക്കോളൂ, മേ അപ്പനി മാക്കെ പാസ് ജാവുങ്ക, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിക്കോളാ, ബസ് മതിക്ക്. സിദ്ധുവിനെ സിദ്ധു ഇത് പറഞ്ഞു തന്നെ ഉടനെ തന്നെ ഹി ഇത് പറഞ്ഞ തന്നെ പറഞ്ഞു ഹി പറഞ്ഞ ഉടനെ തന്നെ ആയിരുന്നു എന്തെന്നാൽ ബാദൽ ബഡി തേസീസെ, അത് പറയാൻ കാത്തുപോകുന്നുണ്ട്, ബാദൽ മേഘം ബഡി തേസീസെ വളരെ വേഗത്തിൽ നീച്ചേക്കോ ചില തായോട്ട് സഞ്ചരിച്ചു, സബ് ദേഖത്തെ ഹി രഹ് ഗയേ, എല്ലാം കണ്ട് രഹ് ഗയേ നിന്നു, ആ സ്ഥലം ഓ ജാ ഈ സ്ഥലം മറ്റേ സ്ഥലമൊക്കെ ഇവന് കണ്ടു. അവർ ഏക് ജഗ ഹോബ് നീച്ചെ, ഒരു സ്ഥലത്ത് ഹുബ് നീച്ചെ പഹുഞ്ചിക്കർ, നല്ലോണം താഴത്തേക്ക് വന്നിട്ട് ബാദലിനെ മേഘം ചിദ്ദുവിനെ ഗോദസെ ബാദലിന്റെ മേഘത്തിന്റെ മടിയിൽ നിന്ന് നീച്ചെ ഡാൽദി അടിക്കണ്ടിട്ടു. ധംസെ ഇവന് ഒരു ശബ്ദത്തോടു കൂടെ നിൽക്കുന്ന ശബ്ദം, ധും എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തോടു കൂടെ ഏക് ചമീലി, ഒരു മുല്ലപ്പൂവിൻ്റെ ചമീലിക്ക് പേട് കെ പാസ് മരത്തിൻ്റെ അടുത്ത് വീണു. ഉസ്നെ ജോ ആങ്ക് ഖോലി, അപ്പോൾ അവന് ആങ്ക് ഖോലി, അവൻ കണ്ണ് തുറന്നു. തോ ദേക്കാൻ കണ്ടു കെ ഉമ്മ ദോനോ ഹാത്തോസെ, രണ്ട് കൈകൊണ്ടും ചമേലിക്ക് ശാഖ, ആ മുല്ലവള്ളിയുടെ അതിൻ്റെ ശാഖോ അതിൻ്റെ ശാഖ ഹട്ടാ രഹി ഹേ, അതിങ്ങനെ നീക്കുകയാണ്. ഖുശീസെ സന്തോഷത്തോടുകൂടെ, ഖുശീസെ ബാജെ കുലിയ, ഖുശീസെ ബാജെ കുലിയ എന്നാൽ വളരെയധികം സന്തോഷിക്കാറുണ്ട്, വളരെയധികം സന്തോഷിച്ചു. ഹേ അവർ ചില്ല രഹി ഹേ, അവൻ എന്ത് ചെയ്തു, അട്ടഹസിച്ചു അല്ലെങ്കിൽ ആർത്തു, അല്ല ഒച്ചുണ്ടാക്കി. അരേ ഗോദ് അരേ ലോഗോ, അല്ലയോ ജനങ്ങളെ, ദേഖോ അരേ ലോഗോ ദേഖോ മേരാ ചിദ്ദു എൻ്റെ ചിദ്ദു ദിക്കണേ, മേരാ ചിദ്ദു എൻ്റെ ചിദ്ദു ദിക്കണേ. ഇസി വക്ത് സൂരജ് ബി ഊപ്പർ സെ നിക്കല, ഈ സമയത്ത് രാത്രിയൊക്കെ കഴിഞ്ഞ് പകലായിട്ട് സൂര്യൻ എന്ത് ചെയ്ത് മുകളിൽ നിന്ന് പുറപ്പെട്ടു. അവർ പിന്നെ ചമേലിക്ക് ടഹനോമെ, എന്താണ് മുല്ലവള്ളിയുടെ ടഹനിയോ എന്നാലും ശാഖകൾ അല്ലെങ്കിൽ കൊമ്പുകൾ, ടഹനിയോമേസെ അതിൽ നിന്ന് ചാങ്കർ, ചാങ്കരനെ ഒളിഞ്ഞു നോക്കിയിട്ട് ഉസ്നെ ചിദ്ദുക്ക മുഹ് ദേക്ക, എന്ത് ചെയ്തു, ചിദ്ദുവിൻ്റെ മുഖം ആര് കണ്ടു, സൂര്യനെ കണ്ടു. സൂര്യനെ തെരഞ്ഞു പോയതിനില്ല. അവർ കുച്ച് ഉസ്തറ മുസ്കുറായ, ഇങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് ഈ രീതിയിൽ പുഞ്ചിരിച്ചു. കെ ഉസ്ക സാര ചോട ചക്കല, അവൻ്റെ എല്ലാ വീതിയുള്ള ചോട പറഞ്ഞാലും വീതിയുള്ള, ചക്കലാണ് വീതിയുള്ള, ചെഹ്റ മുഖം, ഇസ് മുസ്കറാഹട്ട് സേ, സൂര്യൻ്റെ ഈ പുഞ്ചിരിയിൽ നിന്ന് ദമക്കിനെ ലഗ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് നമ്മളെ ചിദ്ദുവിൻ്റെ യാത്ര. ഡോക്ടർ സാക്കിർ ഹുസൈൻ എഴുതിയ കഥയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.